லைஃப் ரொம்ப நல்லா இருக்கு, ரொம்ப கிளியரா இருக்கு, ரொம்ப சந்தோஷமா இருக்கு. നടൻ രവി മോഹനും ആർത്തിയും തമ്മിലുള്ള വിവാഹമോചന ഹർജി ചെന്നൈ ഹൈക്കോടതിയുടെ പരിഗണനയിൽ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുവരും പൊതുവേദികളിൽ സംസാരിക്കരുതെന്നായിരുന്നു കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ അതിനു പിന്നാലെ നടന്ന ഒരു പ്രസ് മീറ്റിൽ രവി മോഹൻ വികാരാധീനനായി പൊട്ടിക്കരഞ്ഞ് തന്റെ ജീവിതത്തിൽ നേരിട്ട ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞു. സ്വന്തം മക്കളെ കാണാൻ പോലും കഴിയുന്നില്ലെന്നും സാമ്പത്തിക പ്രതിസന്ധികളും കടബാധ്യതകളും അനുഭവിക്കുകയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ആ പ്രസ് മീറ്റിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ചയായതിനു പിന്നാലെ നിരവധി പേർ രവി മോഹന് പിന്തുണ പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കോടതിയുടെ നിലപാടും അദ്ദേഹത്തിന് അനുകൂലമായെന്ന് പറയാം. മുൻപ് ആർത്തി അവരുടെ ചിലവുകൾക്കുമായി പ്രതിമാസം 40 ലക്ഷം രൂപ ജീവനാംശമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നു. എന്നാൽ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയും കടബാധ്യതകളും കാരണം അത്രയും തുക നൽകാൻ കഴിയില്ലെന്ന് രവി മോഹൻ കോടതിയെ അറിയിച്ചു. തുടർന്ന് ആ ആവശ്യം കോടതി അംഗീകരിച്ചിരുന്നില്ല. ഇന്ന് വീണ്ടും ഹർജി പരിഗണിച്ച കോടതി പ്രതിമാസം 40 ലക്ഷം രൂപ നൽകേണ്ടതില്ലെന്നും വിവാഹമോചന കേസ് തീരുന്നതുവരെ ഇടക്കാല ജീവനാംശമായി മക്കളുടെ ചെലവിനായി പ്രതിമാസം 3 ലക്ഷം രൂപ രവിമോഹൻ നൽകണമെന്നുമാണ് ഉത്തരവിട്ടത്. അതോടൊപ്പം തന്നെ മക്കളെ കാണുന്നതിൽ നിന്ന് തന്നെ തടയുകയാണെന്ന് ചൂണ്ടിക്കാണിച്ച് രവിമോഹൻ നൽകിയ മറ്റൊരു ഹർജിയും കോടതി പരിഗണിച്ചു. നിശ്ചിത വ്യവസ്ഥകളോടെ രവിമോഹന് മക്കളെ കാണാൻ അനുമതി നൽകണമെന്ന ഉത്തരവും കോടതി പുറപ്പെടുവിച്ചു. നിരവധി നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ സ്വന്തം മക്കളെ വീണ്ടും കാണാനുള്ള അവസരം ലഭിച്ചതിൽ രവിമോഹൻ ഏറെ സന്തോഷവാനായിരിക്കുകയാണ്. അതോടൊപ്പം മക്കൾക്ക് പിതാവുമായി ബന്ധപ്പെടാനും സംസാരിക്കാനും അവസരം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വളരെ നാളുകൾക്ക് ശേഷമാണ് രവിമോഹന് നീതി ലഭിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആരാധകരും പിന്തുണക്കുന്നവരും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഇതിനിടെ കോടതിയുടെ ഈ ഉത്തരവിന് പിന്നാലെ രവിമോഹന്റെ സിനിമാ ജീവിതവും വീണ്ടും സജീവമാവുകയാണ്. അദ്ദേഹത്തിന്റെ നിർമ്മാണത്തിലും അഭിനയത്തിലും ഉണ്ടായിരുന്ന വിവിധ സിനിമാ പ്രൊജക്ടുകൾ ഓരോന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ആരംഭിച്ചുവെന്ന റിപ്പോർട്ടുകൾ. ഇനി വിവാഹമോചന കേസിൽ എന്തൊക്കെയാണ് തുടർ നടപടികൾ, അന്തിമവിധി എന്തായിരിക്കും എന്നീ കാര്യങ്ങൾ കാത്തിരുന്നു കാണേണ്ടതാണ്. അടുത്തിടെ നടത്തിയ പ്രസ് മീറ്റിൽ ഇനി ഒന്നിനെയും കുറിച്ച് വിഷമിക്കില്ലെന്നും തന്റെ കരിയറിലാണ് പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും രവിമോഹൻ വ്യക്തമാക്കിയിരുന്നു. തനിക്കാരുടെയും സഹതാപം ആവശ്യമില്ല, വ്യക്തിപരമായ വിവാദങ്ങളെക്കാൾ കരിയറിനാണ് ഇനി പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം പ്രതീക്ഷിച്ച പോലെ തന്നെ കോടതിയുടെ ഇപ്പോഴത്തെ ഈ ഉത്തരവും അദ്ദേഹത്തിന് അനുകൂലമായാണ് വന്നിരിക്കുന്നത്.